കഴിഞ്ഞ ആഴ്ച അഹമ്മദാബാദിൽ 270-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ ടാറ്റ സൺസും എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരനും ക്ഷമ ചോദിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണിത്. ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനിയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിൽ ഞാൻ അഗാധമായി ഖേദിക്കുന്നു. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുടുംബങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുക, അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുക എന്നതാണ്. ഒരു ദേശീയ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും തകരാർ ഉണ്ടായിരുന്നില്ല. വലത് എഞ്ചിൻ 2025 മാർച്ചിൽ സ്ഥാപിച്ചതാണ്. ഇടത് എഞ്ചിൻ 2023 അവസാനം സർവീസ് ചെയ്തത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എയർ ഇന്ത്യയ്ക്ക് സർവീസ് നടത്താൻ DGCA അനുവദിക്കില്ലെന്ന് എൻ ചന്ദ്രശേഖരൻ വിശദീകരിച്ചു. 2 പൈലറ്റുമാരും പരിചയസമ്പന്നരാണ്. സഹപ്രവർത്തകരിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് അവർ മികച്ച പൈലറ്റുമാരും മികച്ച പ്രൊഫഷണലുകളുമായിരുന്നു എന്നതാണ്. ബ്ലാക്ക് ബോക്സും റെക്കോർഡുകളും തീർച്ചയായും അപകട കാരണം വ്യക്തമാക്കുമെന്ന് എല്ലാ വിദഗ്ധരും എന്നോട് പറയുന്നു. അതിനായി കാത്തിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ബോയിംഗ് വിമാനങ്ങൾ വാങ്ങുന്നത്. ബോയിംഗ് 787 വിമാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നില്ല. അപകടത്തിന് കാരണമറിയാൻ അന്വേഷണം പൂർത്തിയാകണമെന്ന് എൻ ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. 271 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ പൈലറ്റുമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ട്രെയിനിംഗ് റെക്കോർഡുകൾ DGCA വിശദമായി പരിശോധിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.